പ്രിയമുള്ളവരെ, നമുക്ക് ശാന്തമായിട്ടിരിക്കാം. ഇന്ന് നമുക്ക് വേണ്ടി ദൈവവചന ശുശ്രൂഷ ലീഡ് ചെയ്യാൻ വേണ്ടി കർത്താവ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ബ്രദർ ഫ്രാൻസിസ് ആണ്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷമായിട്ട് സുവിശേഷ ശുശ്രൂഷ മേഖലയിൽ അതിശക്തമായിട്ട് ദൈവം എടുത്തുപയോഗിക്കുന്ന, ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവം എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 14 വർഷമായി സെഗിയോൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് അദ്ദേഹം ദൈവിക ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നു. മറ്റു ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങൾ, മറ്റ് ധ്യാന ശുശ്രൂഷകളൊക്കെ നേതൃത്വം വഹിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബ്രദർ ഫ്രാൻസിസ്. പ്രിയമുള്ളവരെ, അദ്ദേഹം കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഷൈനി 6 കുഞ്ഞുങ്ങളുടെ പിതാവാണ്. അങ്ങനെ കുടുംബജീവിതം നയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ദൈവിക ശുശ്രൂഷ അതീവ ഗൗരവത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രത്യേക അഭിഷേകം ലഭിച്ച സഹോദരനാണ് ബ്രദർ ഫ്രാൻസിസ്. അതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് യഫാത്ത എന്നൊരു മിനിസ്ട്രിക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നു. സഭയിലെ ഹൈറാർക്കി സംവിധാനങ്ങൾക്ക് വേണ്ടി ശക്തമായ ഒരു മാധ്യസ്ഥം വഹിക്കുന്ന മാധ്യസ്ഥ പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് അവർ നേതൃത്വം കൊടുക്കുന്നു. അതുപോലെ തന്നെ ശുശ്രൂഷകരെ മറ്റു പല വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പിൻബലം നൽകിക്കൊണ്ടുള്ള സപ്പോർട്ട് നൽകിക്കൊണ്ട് ശുശ്രൂഷാ മേഖലയിൽ നിലനിൽക്കുന്നവരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലേക്കും സുവിശേഷ ശുശ്രൂഷകരെ അയച്ചുകൊണ്ട് സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന സഹോദരനെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുക. നമുക്ക് 2 കരങ്ങളും അടിച്ച് സന്തോഷത്തോടെ കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ബ്രദർ അദ്ദേഹത്തെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു കൊച്ചു ഉപകരണം മാത്രമാണ്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്, ദൈവമാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ മഹത്വവും നമുക്ക് കർത്താവിന് കൊടുക്കാം. വലതുകരം ഉയർത്തി ഒരു 3 ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ സകല മനുഷ്യരും, സകല ശുശ്രൂഷകരും, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം കംപ്ലീറ്റ് എല്ലാവരും ദൈവത്തിന് മഹത്വം നൽകി ഒരു 3 ഹല്ലേലൂയ ഉച്ചത്തിലൊന്ന് പറയാമോ? കരങ്ങൾ താഴ്ത്താം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മനസ്സലിവ് കാണിക്കുന്ന, അനുകമ്പ കാണിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ്. വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ നമ്മൾ അതിന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് ക്ലേശങ്ങളുണ്ട്, ഒരുപാട് ദുരിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന ആൾക്കാരാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല, ദൈവം ഇതൊന്നും കേൾക്കുന്നില്ല, ദൈവം ഇതൊന്നും കാണുന്നില്ല, ഞാനിതെല്ലാം അനുഭവിച്ച് മടുത്തു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോഴും നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് ഇതാണ്: നമ്മുടെ ജീവിതത്തെ കരുതുന്ന, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അനുകമ്പ തോന്നുന്ന, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സലിവുള്ള ഒരു കർത്താവ് നമ്മുടെ കൺമുമ്പിലുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 31 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. യേശുക്രിസ്തു ഒരുപാട് ശുശ്രൂഷകൾ ചെയ്ത് മടുത്ത് ക്ഷീണിച്ച് തൻ്റെ അപ്പസ്തോലന്മാരോട് ഇങ്ങനെ പറയാണ്: നമുക്ക് അല്പം വിശ്രമിക്കാം, നമുക്കല്പം വിശ്രമിക്കാം. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധ ഉണ്ടാകണം. വചനം പഠിപ്പിക്കുകയാണ്. മർക്കോസ് 6:31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് അല്പം വിശ്രമിക്കാം. എന്നിട്ട് അവർ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോവുകയാണ്. അവർ മറുകര എത്തി വഞ്ചിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് യേശുവും അപ്പസ്തോലന്മാരും കാണുന്നത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരയിലൂടെ ഓടി യേശുക്രിസ്തു ഇറങ്ങുന്ന ആ സ്ഥലത്തേക്ക് ഒരു വലിയ ജനക്കൂട്ടം അവരെത്തിപ്പെട്ട് നിൽക്കുകയാണ്. വിശ്രമിക്കാൻ വേണ്ടി വഞ്ചിയിൽ കയറി മറുകരയിൽ ഇറങ്ങിയ യേശുക്രിസ്തുവും അപ്പസ്തോലന്മാരും കാണുന്നത് ഒരു വലിയ ജനക്കൂട്ടത്തെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവിടെ 34-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അവരെ കണ്ടപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി.
അവരെ കണ്ടപ്പോൾ കർത്താവിന് അവരോട് അനുകമ്പ തോന്നി. എന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ, ദുരിതങ്ങളിൽ, രോഗങ്ങളിൽ, തകർച്ചകളിൽ അനുകമ്പ ഉള്ള ഒരു ദൈവമാണ്. അത് നമ്മൾ അംഗീകരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമാണിത്. വിശ്രമിക്കാൻ പോയ ഇവര് കരക്കിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഒരു വലിയ ജനക്കൂട്ടം. അതിനകത്ത് രോഗികളുണ്ട്, തകർന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ പ്രശ്നമുള്ളവരുണ്ട്. ഈ രാത്രി ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കുള്ള ദൂതിതാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രയാസമാണെങ്കിലും അതിൻ്റെ മേൽ ഒരനുകമ്പ കാണിക്കാൻ കഴിവുള്ള ഒരു കർത്താവിൽ വിശ്വസിക്കുന്ന ജനതയാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ആയിരുന്നു. അവർ ഇടയൻ ഇല്ലാത്ത ആടുകൾ. എന്താ ഇടയനില്ലാത്ത ആടിന്റെ പ്രത്യേകത? അതിനെ നയിക്കാൻ, ജലാശയത്തിലേക്ക് കൊണ്ടുപോകാൻ അതിന് ആട്ടിടയനില്ല. അതിനെ പച്ചയായ പുൽമേട്ടിലേക്ക് നയിക്കാൻ ആട്ടിടയനില്ല. അവർ പരിഭ്രാന്തരാണ്, അവർ നിസ്സഹായരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയും അത് തന്നെ. സത്യമേത്, തെറ്റേത്, യാഥാർത്ഥ്യമേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മനസ്സ് കലങ്ങി ഇരിക്കുന്ന ഒരവസ്ഥയിലാണോ? അഥവാ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണോ? ഇടയിലില്ലാത്ത ആടിനെ പോലെ പരിഭ്രാന്തരായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ കേൾക്കുക, കർത്താവ് ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരുടെ മേൽ അനുകമ്പ തോന്നിയ ദൈവമാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയാണ് അവരെ നയിക്കാൻ ഒരിടയൻ ഇല്ലാത്ത സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലർ പറയും മനസാക്ഷിക്ക് അനുസരിച്ചൊക്കെയാണ് പോണത്. മനസാക്ഷി അനുസരിച്ച് പോയാൽ മാത്രം പോരാ. യഥാർത്ഥത്തിൽ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അപ്പോഴാണ് യഥാർത്ഥ സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചത്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരായ ആ ജനത്തോട് കർത്താവിന് അനുകമ്പ തോന്നിയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ മേൽ കർത്താവിന് ഈ രാത്രി നമ്മുടെ മേൽ അനുകമ്പ തോന്നുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ രോഗങ്ങളെ, നമ്മുടെ വേദനകളെ ഇന്ന് കർത്താവ് അനുകമ്പയോടെ കാണുകയും വചനം പഠിപ്പിക്കുകയാണ്. 4 സുവിശേഷങ്ങളിലും ഈ അനുകമ്പയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കണം, ഈ അനുകമ്പ കർത്താവ് ചെയ്യുന്നത് അവിടെയുള്ള ആ കൂട്ടത്തിലുള്ള രോഗികളെ സുഖപ്പെടുത്തുന്നു, അവർക്ക് വചനം കൊടുക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന കർത്താവിൻ്റെ കാരുണ്യം. ഇതാണ് ഇന്ന് ലോകത്തിലെ സകല മനുഷ്യരോടും കർത്താവ് കാണിക്കുന്ന അനുകമ്പ. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. വളരെ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ ഈ അനുകമ്പയെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. യേശുക്രിസ്തു ഒരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. ആ സമയത്ത് ഒരു വിധവ തൻ്റെ മകൻ്റെ ശവമടക്കാൻ വേണ്ടി യാത്രയാവുകയാണ്. പട്ടണത്തിൽ നിന്ന് വലിയൊരു ജനക്കൂട്ടവും അവളുടെ കൂടെ അവളെ അനുധാവനം ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീയെ കണ്ടപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന സെന്റൻസ് ഇങ്ങനെയാണ്. ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്: അവളെ കണ്ട് കർത്താവിൻ്റെ മനസ്സ് അലിഞ്ഞു. അവളെ കണ്ട് കർത്താവിൻ്റെ മനസ്സ് അലിഞ്ഞു. കാരണം എന്താ? അവൾ വലിയ വേദനയിലാണ്, അവൾ വലിയ ദുഃഖത്തിലാണ്. ഒന്നാമത് അവൾ ഒരു വിധവയാണ്. രണ്ടാമത് ആ സ്ത്രീക്ക് ഏക ആശ്രയം ഒരു മോനാണ്, അത് മരിച്ചുപോയി. ആ കുട്ടിയുടെ ശവടക്കിന് പോകുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സിന്റെ ഭാരം, മനസ്സിന്റെ വേദന, കലങ്ങിയ ഹൃദയത്തെ നമ്മുടെ കർത്താവ് കണ്ടു, നമ്മുടെ ദൈവം കണ്ടു. എന്ന് വെച്ചാൽ മനുഷ്യന്റെ വേദനയിൽ, അവന്റെ തകർച്ചയിൽ, അവന്റെ പ്രയാസത്തിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല. അവന്റെ പ്രയാസത്തിലും വേദനയിലും ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ മനസ്സലിവുള്ള ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം, വിശ്വസിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീയോട്
സ്ത്രീക്ക് വേണ്ടി യേശുക്രിസ്തുവിന് മുമ്പിൽ ആരും ഒരു വക്കാലത്തും നടത്തുന്നില്ല. എന്നാൽ അവളെ കണ്ട് അവളുടെ മനസ്സിന്റെ ഭാരം മനസ്സിലാക്കി യേശു അരികിലേക്ക് ചെന്നിട്ട് ആ സ്ത്രീയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കൊച്ചു വാക്ക്. അതിതാണ് കരയണ്ട. ആ സ്ത്രീയുടെ കാതുകളിൽ ദൈവസ്വരം അലയടിച്ചു. അവളോട് യേശു പറയാണ് കരയണ്ട. ആ വാക്ക് അവളെ ആശ്വസിപ്പിച്ചോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവ് ആ സ്ത്രീക്ക് ഏത് വിധത്തിലുള്ള ആശ്വാസമാണ് പ്രദാനം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വാക്ക് പറഞ്ഞിട്ട് യേശു മുൻപോട്ട് മാറി ആ ശവമഞ്ചത്തെ തൊട്ട്. യുവാക്കന്മാർ ആ ശവമഞ്ചം വഹിച്ചുകൊണ്ട് പോവുകയാണ്. ആ ശവമഞ്ചത്തെ തൊട്ടിട്ട് യേശു പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. ആ സെക്കൻഡിൽ യുവാവിന്റെ നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു വന്നു. അവൻ ജീവനുള്ളവനായി ആ ശവപ്പെട്ടിയിൽ എഴുന്നേറ്റിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ശവം ചുമന്നുകൊണ്ട് പോകുന്ന ആ മനുഷ്യരുടെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതാ അല്പം മുമ്പ് ശവമായി പെട്ടി കിടന്നവൻ ഇതാ യേശു ക്രിസ്തു വന്ന് അതേ തൊട്ടു, യുവാവെന്ന് വിളിച്ചു. ആ സെക്കൻഡിൽ അവന്റെ ജീവൻ തിരിച്ചു വന്നു. അവൻ ആ പെട്ടിയിൽ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. അവന്റെ അമ്മയുടെ കയ്യിലേക്ക് നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ആ അമ്മയുടെ വേദന, അമ്മയുടെ ദുഃഖം അതുവരെ മരിച്ചതിന്റെ ദുഃഖമായിരുന്നെങ്കിൽ ഇപ്പോൾ അമ്മയുടെ സന്തോഷവും കണ്ണുനീരും സന്തോഷത്തിൻ്റെതായി മാറി. അതാണ് യേശു പറഞ്ഞത്, കരയണ്ട. അതാണ് യേശു പറഞ്ഞത്, കരയണ്ട. ഈ വചന ശുശ്രൂഷയിൽ ലോകത്തിൽ എവിടെ ഇരുന്ന് ആരൊക്കെ പങ്കുചേരുന്നുവോ അവരോട് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: സാരമില്ല, കരയണ്ട. സാരമില്ല, കരയണ്ട. നിന്റെ പ്രശ്നത്തിന്റെ മേൽ ഇടപെടാൻ മനസ്സലിവുള്ള ഒരു കർത്താവ് ഇന്ന് രാത്രി തിരുമനസ്സായിരിക്കുന്നു. ഹല്ലേലൂയ. ഉയർത്തി ഹല്ലേലൂയ ഉറക്കെ പറയട്ടെ. സഹോദരങ്ങളെ, അതിനൊരു നിശ്ചിത സമയം നമ്മൾ നിശ്ചയിച്ചു കൊടുക്കരുത്. ഒരിക്കൽ ഒരു വീട്ടമ്മ എന്നോട് പറഞ്ഞ ഒരു സംഭവമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീയുടെ ഭർത്താവ് വളരെ മോശമായി, വളരെ ഒരു ദുഷ്ട ജീവിതം നയിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഈ സ്ത്രീ ദൈവത്തോട് പല പ്രാവശ്യം പരിഭവം പറഞ്ഞു. എന്തുകൊണ്ട് എനിക്കൊരു മനസമാധാനമില്ല, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഒരു മാറ്റമില്ല, എൻ്റെ ഭർത്താവിന് എന്തുകൊണ്ട് ഒരു വ്യത്യാസമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞു, കരയണ്ട. കർത്താവ് അങ്ങനെ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കർത്താവ് അങ്ങനെ പറഞ്ഞു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ, കരയണ്ട എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രതിവിധി ദൈവം മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് ആ ആശ്വാസത്തിന്റെ വാക്ക് നമ്മോട് പറയുന്നത്. എന്തോ ഒരു കാര്യം, എന്തോ ഒന്ന് ചെയ്യാൻ, എന്തോ ഒന്ന് പ്രവർത്തിക്കാൻ ദൈവം തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് നമ്മോട് പറയണത്. സാരമില്ലെന്നോ, കരയേണ്ടെന്നോ, പേടിക്കണ്ടെന്നോ, ഭയപ്പെടേണ്ടെന്നൊക്കെ പറയുന്നത് ദൈവം തൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ നിശ്ചയം നമ്മുടെ ആശ്വാസത്തിനാണ്. ആ നിശ്ചയം നമ്മുടെ സൗഖ്യത്തിനാണ്. ആ നിശ്ചയം നമ്മുടെ രക്ഷയ്ക്കാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വീട്ടമ്മ പറഞ്ഞു, ഒരുപാട് വർഷം കണ്ണീരും കയ്യുമായിട്ട് കുടുംബത്തിൽ ജീവിച്ചു. ദൈവം ഇത് കാണുന്നില്ലേ, ദൈവത്തിന്റെ മനസ്സിത്ര കട്ടിയായി പോയോ എന്നൊക്കെ ചിന്തിച്ച കാലം. എന്നാൽ ഒരു നാൾ ദൈവത്തിനൊരു സമയമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ സമയത്ത് ദൈവം തന്റെ പ്രവൃത്തി ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു. ഒരിക്കലും മാനസാന്തരപ്പെടുകയോ ഒരിക്കലും നന്നാകുകയോ ചെയ്യില്ല എന്ന് ലോകവും കുടുംബവും ഒക്കെ വിചാരിച്ച ഈ സ്ത്രീയുടെ ഭർത്താവിനെ ദൈവം സുഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ദുശീലങ്ങളിൽ നിന്ന് കർത്താവ് അദ്ദേഹത്തോട് കരുണ കാണിച്ച് രക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബം വലിയ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസ്ഥയിലേക്ക് ഉയർന്നു വരാൻ മനസ്സലിവുള്ള നമ്മുടെ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, കുറേ കാലത്തെ പ്രയാസങ്ങളോ വേദനകളോ ദുരിതങ്ങളോ കഷ്ടതകളോ ഒക്കെ നമ്മൾ അനുഭവിച്ചാലും അവിടെയെല്ലാം നമ്മോട് അനുകമ്പ കാണിക്കുന്ന, നമ്മോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി കർത്താവ് നമുക്കത് വേണ്ടി ചെയ്യും. അത് കർത്താവ് ആ മനസ്സലിവ് ഇന്ന് രാത്രി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ രോഗിയാണെങ്കിൽ അതിൻ്റെ മേലൊരു സൗഖ്യം, നീ പാപിയാണെങ്കിൽ അതിൻ്റെ മേലൊരു വിടുതൽ,
പൈശാചിക പീഡകളിലോ ബന്ധനത്തിലോ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ അനുകമ്പ ആ തിന്മയിൽ നിന്നുള്ള മോചനമായി ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ ഉയർത്തി നല്ല സന്തോഷത്തോടെ 2 ഹല്ലേലൂയ ഉച്ചത്തിൽ പറയാം. പറയട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മരണാനന്തരം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. 12 അപ്പസ്തോലന്മാർ യേശുവിന്റെ കൂടെ ഉണ്ടും ഉറങ്ങിയും യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് 3 വർഷക്കാലം ജീവിച്ചിട്ട് യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പ്രമാണി, മുഖ്യൻ, ലീഡർ പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഉടനെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് അപ്പസ്തോലന്മാർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. തിബേരിയസ് കടൽക്കരയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ മീൻ പിടിക്കാൻ വേണ്ടി വള്ളം കടലിലേക്ക് ഇറക്കി. 7 പേര്, പത്രോസ് അടക്കം 7 പേര് അന്ന് വള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി കടലിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങോട്ട് നോക്ക്, എന്തുമാത്രം വേദനിച്ചാണ് ആ ജനത പോയത്, ആ 7 പേര് പോയത്. അവർ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോല പ്രഭുക്കന്മാരായി നിലനിന്ന വ്യക്തികളാണ്. അവർ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ കണ്ട വ്യക്തികളാണ്. യേശുക്രിസ്തുവിന്റെ മനസ്സലിവും അവന്റെ അനുകമ്പയും സ്വന്തം കണ്ട് മനസ്സിലാക്കിയ ആളുകളാണ്. എന്നാൽ യേശുക്രിസ്തു മരിച്ചു, യേശുക്രിസ്തു ഉദ്ധാനം ചെയ്തു, അത് വിശ്വസിക്കാൻ പറ്റാതെ പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. ഏതാനും പേര്, 6 പേര് പറഞ്ഞു, ഞങ്ങളും വരുന്നു നിന്നോട് കൂടെ. അവരുപേക്ഷിച്ച ജോലി അവർ തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ കടലിലേക്ക് വള്ളവുമായി അവരിറങ്ങി. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിരാശ പൂണ്ട് കരയുടെ അടുത്ത് അവർ വിശ്രമിക്കുമ്പോൾ, ഉഷസായപ്പോൾ കടൽക്കരയിൽ വന്നു നിന്ന് ഒരു സുപരിചിതമായ ശബ്ദം അവരോട് ഇങ്ങനെ ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? വളരെ വേദനയോടെ, വളരെ സങ്കടത്തോടെ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇല്ല. യേശു പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ പറ്റാതെ വന്നപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പറഞ്ഞു, അത് കർത്താവാണ്. അത് കേട്ട മാത്രയിൽ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് വസ്ത്രം മേൽക്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി ആ വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കരക്കയറ്റി. അവർ കരക്കിറങ്ങിയപ്പോൾ കർത്താവിന്റെ അനുകമ്പയും കർത്താവിന്റെ മനസ്സലിവും അവരുടെ കണ്ണുകൾ കണ്ടത് വളരെ മനോഹരമായ ഒരു ചിത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, സാധാരണഗതിയിൽ മാനുഷികമായ ചിന്തയിൽ പറഞ്ഞാൽ നമ്മൾ എന്നാ പറയും? പുകഞ്ഞ കൊള്ളി പുറത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു അങ്ങനെ പുകഞ്ഞ കൊള്ളിയനെ പുറത്താക്കുന്ന ആളല്ല, മറിച്ച് നമ്മൾ ദൈവത്തെ ഉപേക്ഷിച്ചാലും ആ കരുണയും ആ അനുകമ്പയും ആ മനസ്സലിവും നമ്മളെ തേടി ഇങ്ങോട്ട് വരും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 3 വർഷം കൂടെ കൊണ്ടുനടന്നിട്ട് അവരെ ഉപേക്ഷിച്ച പണിക്ക് വീണ്ടും പോയാൽ ആരെങ്കിലും അവരുടെ പിന്നാലെ പോകൂ? അതുപോലെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത്, അതുപോലെ പരിശീലിപ്പിച്ച്, അതുപോലെ എല്ലാം ഒരുക്കി എടുത്തിട്ട് ആ മനുഷ്യരാണ്. അതോ പത്രോസേ, നീ പാറയാണ്, ഈ പാറയിൽ ഞാൻ എൻ്റെ പള്ളി പണിയും എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ താക്കോലൊക്കെ ഏൽപ്പിച്ചിട്ട് ആ മനുഷ്യനാണ് ആദ്യം പറഞ്ഞത്, ഞാൻ എന്തിനു പോവാണ്? ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ പത്രോസ് ഏത് ജോലി ഉപേക്ഷിച്ചുവോ അത് വീണ്ടും തെരഞ്ഞെടുക്കുന്ന ഒരു ചരിത്രം. എന്നിട്ട് കൂടെ ഒരു 6 പേരും അവര് മീൻ കിട്ടാതെ രാത്രി മുഴുവൻ വിശന്ന് വലഞ്ഞ് വളരെ വേദനിച്ച് സങ്കടപ്പെട്ട് ആ തോണിക്കകത്തിരിക്കുമ്പോൾ കർത്താവിന്റെ വാക്ക് കണ്ടോ? കുഞ്ഞുങ്ങളെ, മീൻ വല്ലതും കിട്ടിയോ? അത് കളിയാക്കി ചോദിച്ചല്ല പ്രിയപ്പെട്ടവരെ, അത് നീ എന്നെ ഉപേക്ഷിച്ച് പോയിട്ട്, നീ എന്നെ തള്ളിക്കളഞ്ഞു പോയിട്ട്, ഇത്രയും നാൾ ഇതുപോലെയൊക്കെ നിനക്ക് വേണ്ടി ചെയ്ത് നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ട് നീ ഇതെല്ലാം വിട്ടുപോയിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന് കളിയാക്കി ചോദിച്ചതല്ല. മനസ്സലിവുള്ള ഒരു കർത്താവ് അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്. അത് സ്നേഹത്തിൻ്റെതാണ് പ്രിയപ്പെട്ടവരെ. അത് കുറ്റപ്പെടുത്തലല്ല, അത് തിരസ്കരണമല്ല, അത് കളിയാക്കലല്ല, മറിച്ച് അതൊരു അനുകമ്പയുടെ സ്വരമാണ്. ഇന്ന് നമ്മുടെ കാതുകളിൽ പതിക്കുന്നത് ഈ അനുകമ്പയുടെ സ്വരമാണ്. ഹല്ലേലൂയ. നീ എന്നെ ഉപേക്ഷിച്ച് പാപത്തിന്റെ വഴിയെ പോയിട്ട്, നീ എന്നെ ഉപേക്ഷിച്ച് ലോകത്തിന്റെ വഴിയെ പോയിട്ട്, നീ എന്നെ ഉപേക്ഷിച്ച് പിശാചിന്റെ ആ വഴിയെ സഞ്ചരിച്ചിട്ട് നീ എന്ത് നേടി എന്ന് കുറ്റപ്പെടുത്തിയല്ല, മറിച്ച് അനുകമ്പയോടെ കർത്താവ് ചോദിക്കുകയാണ്, മക്കളെ, അവർ കരക്കിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച അത് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. എൻ്റെ സഹോദരങ്ങളെ, കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. തീ കൂട്ടിയിരിക്കുന്നതും
മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് അവരെ എന്തുമാത്രം കരുതി. കർത്താവിൻ്റെ ആ മനസ്സലിവ് എത്ര വലുതാണ്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വെള്ളം കുടിക്കാനില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ തൻ്റെ സന്തത സഹചാരികളായ തൻ്റെ പ്രിയപ്പെട്ടവർ വലയുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവ് വരുന്ന വഴി കണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ നമ്മുടെ കർത്താവിന് കഴിയാത്തത് കൊണ്ടാണോ? അവിടുന്ന് പ്രവർത്തിക്കും. നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ വേദനിച്ചിരിക്കുന്നത്, അവിടേക്ക് വന്ന് നിങ്ങളോട് അനുകമ്പ കാണിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്ന് വിശ്വസിക്കുന്നവർ ഒരു ഹല്ലേലൂയ പറ. മാനുഷികമായ ബുദ്ധിക്ക്, മാനുഷികമായ പഠനങ്ങൾക്ക്, ചിന്തകൾക്ക് ഇത് അപ്പുറത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പവും മീനും തീ കൂട്ടിയിരിക്കുന്നതും കണ്ട അവർക്ക് മനസ്സിലായി, ഞങ്ങൾ വിശന്നിരിക്കുന്നത് എൻ്റെ കർത്താവ് അറിയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വേദന കർത്താവ് അറിയുന്നുണ്ടല്ലോ. ഉടനെ കരക്കിറങ്ങി കഴിഞ്ഞപ്പോൾ 153 മത്സ്യങ്ങളും വലിച്ചു കയറ്റി കരക്കിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അവരോട് പറഞ്ഞ വാക്കെന്ന് അറിയാമോ? വന്ന് പ്രാതൽ കഴിക്കുവിൻ, വന്ന് പ്രാതൽ കഴിക്കുവിൻ. അവരെ ഉപദേശിക്കുകയല്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരെ തിരുത്തുകയല്ല. അങ്ങനെ ആയിരുന്നില്ലല്ലോ. വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് ഞാൻ മരിച്ചാലും എഴുന്നേൽക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ച് അവർ ഉപദേശിക്കാതെ അവർക്ക് ആവശ്യമുള്ളത് നൽകുന്ന നമ്മുടെ കർത്താവിൻ്റെ അനുകമ്പ, നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിവ് ഇന്ന് നമ്മുടെ കുടുംബത്തിന് ആഹാരമായി, സൗഖ്യമായി, വിടുതലായി കടന്നു വരും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ്. നമ്മൾ ഏത് സാഹചര്യങ്ങളിലാണ് ഇന്ന് വേദനയിൽ, ദുഃഖത്തിൽ, നിരാശയിൽ ഇരിക്കുന്നത്, അവിടേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരും. അവിടേക്ക് നമ്മുടെ കർത്താവ് കടന്നു വരും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജനമേ, ഇപ്പോൾ ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച് കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങളുടെ വേദനകൾ അവിടുത്തോട് പറയുക, നിങ്ങളുടെ പ്രയാസങ്ങൾ അവിടുത്തോട് പറയുക, നിങ്ങളുടെ ദുഃഖങ്ങൾ അവിടുത്തോട് പറയുക. നിങ്ങൾ ഏത് സ്ഥലത്തായിരുന്നാലും, ഏത് വിശ്വാസമുള്ള വ്യക്തിയായിരുന്നാലും, ഇന്ന് നമ്മുടെ യേശു നിന്നോട് അനുകമ്പ കാണിക്കുന്ന ഒരു രാത്രിയാണ്. നിന്റെ പ്രശ്നങ്ങൾ എത്ര ഭാരമേറിയതാണെങ്കിലും, എത്ര വലുതാണെങ്കിലും, നമ്മുടെ കർത്താവ് അതിൻ്റെ മേൽ ഒരു മനസ്സലിവ് കാണിക്കും. അതിൻ്റെ മേൽ പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് 2 കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ നിസ്സഹാവസ്ഥ ദൈവത്തിന് വെളിപ്പെടുത്തി കൊടുത്ത് ഒന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, അല്പം ഉച്ചത്തിൽ അതരം തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ആ തിബേരിയസ് കടൽ തീരത്ത് വന്നു നിന്നതുപോലെ ഇതാ നിന്റെ ജീവിതമാകുന്ന കടലിന്റെ കരയിൽ കർത്താവ് വന്ന് നിൽക്കുന്നു. ഇതാ വിധവയുടെ അരികിലേക്ക് ചെന്ന് കരയണ്ട എന്ന് പറഞ്ഞ കർത്താവ് നിന്റെ അരികിലേക്ക് വരുന്ന രാത്രി ഓരോരുത്തരും പ്രാർത്ഥിക്കുക. വിശ്വാസമുള്ളവർ പ്രാർത്ഥിക്കുക, സൗഖ്യം വേണ്ടവർ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള സകല മനുഷ്യരും ഇപ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന അനുകമ്പയും കരുണയും സ്നേഹവും പ്രാപിക്കട്ടെ. കർത്താവേ, അവരുടെ കുടുംബത്തിൽ അവിടെ നടപെടണമേ, അവരുടെ വേദനകളിൽ അവിടെ നടപെടണമേ, അവരുടെ ദുഃഖങ്ങളിൽ അവിടെ നടപെടണമേ. കാരണം ഞങ്ങൾ ഇടയില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരാണ് കർത്താവേ, പരിഭ്രാന്തരാണ് കർത്താവേ. യേശുവാരാധന. ഒരു മിനിറ്റ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ടിരിക്കാം. നിങ്ങൾ ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്നത് എവിടെയാണെങ്കിലും ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. കേട്ട വചനത്തെ ഹൃദയത്തിൽ ഒന്ന് സൂക്ഷിച്ചിട്ട് ഈ അനുകമ്പ ഇന്ന് നമ്മുടെ മക്കളുടെ മേൽ, കുടുംബത്തിൻ്റെ മേലെല്ലാം കർത്താവ് ഒഴുക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പ്രാർത്ഥിക്കാം. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മകളും ഇപ്പോൾ വാഗ്ദാന പ്രകാരം അനുഗ്രഹം പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ദൈവമേ, ഈ രാത്രി നിന്റെ അനുഭവം ഒഴുകുന്ന രാത്രിയായിരിക്കട്ടെ. ഞങ്ങളായി ഇടയിലില്ലാത്ത ആടുകളെ പോലെ നിസ്സഹായരാണ് കർത്താവേ, പരിഭ്രാന്തരാണ് കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കാം. ഒരിക്കൽ ഒരു യുവാവ് നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഫ്രാൻസിസ് ബ്രദറെ, ഇത് എൻ്റെ ഈശോ എന്നോട് കാണിച്ച മനസ്സലിവിൻ്റെ ജീവിതമാണ്.
അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു, അവൻ കുറച്ച് നാൾ വളരെ മാന്യമായിട്ടും നല്ല കൃത്യതയോടെ ജീവിച്ച ആളാണ്. അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ പാപം പെരുകാൻ തുടങ്ങി. അപ്പോൾ വഴിവിട്ട ഒരു ജീവിതം അവൻ ആരംഭിച്ചു. അതിൻ്റെ ഫലമായി ഒരപകടത്തിൽപ്പെട്ട് അവൻ്റെ ഒരു കാല് വളരെയേറെ മോശമായി. എറണാകുളത്തെ മറ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ അവൻ അഡ്മിറ്റ് ചെയ്തു. അവിടുന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഈ കാല് മുറിച്ചു മാറ്റണം, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ വാഹനം ഇടിച്ച് അവൻ്റെ കാലിന് അതുപോലെ പരിക്കേറ്റും. ഈ ചെറുപ്പക്കാർ പിറ്റേ ദിവസം അവൻ്റെ കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി ഒപ്പിട്ട് കൊടുത്തു. അവൻ്റെ പാരൻസ് അവന് ഒപ്പിട്ട് കൊടുത്തു. അവൻ അന്ന് രാത്രി കർത്താവിൻ്റെ സന്നിധിയിൽ ചെയ്ത പരിപാടി എന്നറിയാമോ? എൻ്റെ സഹോദരങ്ങളെ, സങ്കീർത്തനം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട് കഴിയുമ്പോൾ സന്തോഷിക്കുന്നവനല്ല, മാറി നിൽക്കുന്നവനല്ല, അരികിലേക്ക് വരുന്ന ഒരു കർത്താവ്. അതാണ് സങ്കീർത്തനം 34:18 പറയുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഈ 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറയാണ്, ചേട്ടാ, എൻ്റെ കാല് മുറിച്ചു മാറ്റാൻ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. എന്നാൽ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ ഞാനിങ്ങനെ സങ്കല്പിക്കുകയാണ്, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ആശുപത്രി വിട്ടു കഴിയുമ്പോൾ 2 കക്ഷത്തിൽ വടിവെച്ച് ഒറ്റക്കാലിൽ ചാടി ചാടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടു. വിവാഹം കഴിക്കാത്ത ഞാൻ, കുടുംബത്തെ പോറ്റേണ്ട ഞാൻ, എൻ്റെ ജീവിതത്തിലെ നെറുകെട്ട നാളുകൾ, ആരും പറഞ്ഞനുസരിക്കാത്ത നാളുകളിൽ എനിക്ക് പറ്റിയ ഈ അപകടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അതിനെക്കുറിച്ച് ഓർത്ത് അനുതപിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒരു ചരിത്രം. എന്താണെന്നറിയാമോ? ഒരു കുഷ്ഠരോഗി വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും. ഞാൻ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, അന്നത്തെ ഒരു ഉച്ച നീചത്വം എന്താണെന്നറിയാമോ? കുഷ്ഠരോഗം ഇല്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് 40 അടി ഡിസ്റ്റൻസിൽ നിൽക്കണം, 40 അടി അകലത്തിൽ നിൽക്കണം, അടുത്തേക്ക് വരാൻ പാടില്ല, മണികിലിക്ക് നടക്കണം. അങ്ങനത്തെ ഒരു ഉച്ച നീചത്വം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന്റെ ആ മനസ്സിന്റെ അലിവ്, അവന്റെ അനുകമ്പ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കുഷ്ഠരോഗി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധരാക്കാൻ പറ്റും. യേശു അവന്റെ അരികിലേക്ക് ചെന്ന് അവൻ്റെ തലയിൽ കൈവച്ച് അവൻ്റെ ദേഹത്ത് സ്പർശിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട് നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ. എനിക്ക് മനസ്സുണ്ട് നിന്റെ കുടുംബത്തിൽ ഇടപെടാൻ. എനിക്ക് മനസ്സുണ്ട് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ. അതാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അതേ ശബ്ദമാണ് നമ്മുടെ കാതുകളിൽ അലയടിക്കുന്നത്. മകളെ, നീ പറയാണെന്ന് വിചാരിക്കുക, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഈ പ്രതിസന്ധി മാറ്റാൻ പറ്റും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ഈ രോഗത്തെ സുഖപ്പെടുത്താൻ പറ്റും. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഈ പാപത്തിൻ്റെ ബന്ധനം അഴിക്കാൻ പറ്റും. ഈശോ കൈ നീട്ടി തൊട്ടിട്ട് പറയും, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ആ കുഷ്ഠരോഗിയെ യേശു സ്പർശിച്ചു. 40 അടി ഡിസ്റ്റൻസിൽ നിൽക്കേണ്ട, അകലത്തിൽ നിൽക്കേണ്ട ആ കാലഘട്ടത്തിൽ ഒരു കുഷ്ഠരോഗിയെ പോയി തൊടണമെങ്കിൽ എന്തുമാത്രം മനസ്സലിവാണ് ആ മനുഷ്യനോട് നമ്മുടെ കർത്താവ് കാണിച്ചത്. ഈ ചെറുപ്പക്കാരൻ പറയാണ്, ബ്രദറെ, ആ കുഷ്ഠരോഗിയെ തൊട്ടതുപോലെയാണ് എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നത്. പിറ്റേ ദിവസം എൻ്റെ കാല് മുറിച്ചു മാറ്റും. കാരണം ഡോക്ടേഴ്സ് പറഞ്ഞത് അവൻ്റെ വിരലുകൾ ഒന്നും ചലിക്കുന്നില്ല. കാലയിൽ വിരലുകൾ ചലിക്കുന്നുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റും. അതാണ് അവരുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു നയം. എൻ്റെ സഹോദരങ്ങളെ, പിറ്റേ ദിവസം കാല് മുറിച്ചു മാറ്റാൻ വേണ്ടി ഡോക്ടേഴ്സ് ലാസ്റ്റ് റൗണ്ട് ചെക്കപ്പിന് വരികയാണ്. അങ്ങനെ ഇവനെ പരിശോധിക്കുമ്പോൾ ഇവൻ്റെ ചതഞ്ഞരഞ്ഞ കാലയിൽ 3 വിരലുകൾ അത്ഭുതകരമായി ചലിക്കുന്നത് ഈ ഡോക്ടേഴ്സ് കാണുകയാണ്. അവർ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, മോനെ, നീ എന്താ ചെയ്തത്? അവൻ പറഞ്ഞു, സാറേ, രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതെ എൻ്റെ കർത്താവിൻ്റെ അനുകമ്പയുള്ള ഹൃദയത്തിലേക്ക് നോക്കി, മനസ്സലിവുള്ള ഹൃദയത്തിലേക്ക് നോക്കി ഞാൻ കണ്ണീരൊഴുക്കി. അദ്ദേഹം പറയാണ്, ആ ചെറുപ്പക്കാരൻ പറയാണ്, രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, എൻ്റെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീര് താഴേക്ക് വീണു. അതെൻ്റെ കർത്താവ് കണ്ടു. അതാണ് ബൈബിൾ പഠിപ്പിച്ചത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ എന്തുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റാത്തതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ആ സ്ത്രീയെ കണ്ട് കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. എന്ന് വെച്ച അർത്ഥം എന്താ?
ദൈവത്തിന്റെ മുമ്പിൽ അവൾ വ്യാപരിച്ചത് ദൈവത്തിന് മനസ്സലിവ് തോന്നാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഭാവവും ഹൃദയത്തിന്റെ ഭാരവും അവൾ പേറി. ഇന്ന് ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരും ദൈവത്തെ തള്ളിപ്പറയുന്നവരും ദൈവത്തെ ഉപേക്ഷിക്കുന്നവരുടെ മുമ്പിൽ എങ്ങനെ ദൈവം പ്രത്യക്ഷപ്പെടും? ഹല്ലേലൂയ. ഒരു നിസ്സഹായ അവസ്ഥ അവളുടെ ഹൃദയത്തിൽ കർത്താവ് കണ്ടു. ഈ ചെറുപ്പക്കാരൻ പറയാണ്, ബ്രദറെ, ഞാൻ പറഞ്ഞു എനിക്കിനി കഴിവില്ല, എനിക്കിനി ശേഷിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദൈവമേ, നാളെ എൻ്റെ കാല് മുറിച്ചു മാറ്റും, അങ്ങല്ലാതെ ആശ്രയമില്ല. ആ വാക്കിന്റെ മുമ്പിൽ നമ്മുടെ കർത്താവിന്റെ മനസ്സലിഞ്ഞു. ആ വാക്കിന്റെ മുമ്പിൽ നമ്മുടെ കർത്താവിന്റെ മനസ്സലിഞ്ഞു. അവൻ യേശു ഇതാ ഈ ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് ചെന്നു. അന്ന് രാത്രി ആശുപത്രി കിടക്കയിൽ അവന്റെ അരികിലേക്ക് നമ്മുടെ കർത്താവ് ചെന്നു. എന്നിട്ട് കുഷ്ഠരോഗിയോട് പറഞ്ഞതുപോലെ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിന്റെ കാല് സൗഖ്യം പ്രാപിക്കും, നിന്റെ കാല് സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ മനസ്സലിവ്, അനുകമ്പ ഈ ചെറുപ്പക്കാരന്റെ കാലിലേക്ക് സൗഖ്യമായി കടന്നു വന്നു. എന്തായി? ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടു. അവർ പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി. ഈ ചെറുപ്പക്കാരൻ്റെ മുറിച്ചു മാറ്റാനുള്ള കാല് അവർ ഓപ്പറേഷൻ ചെയ്തു. മുറിക്കാനല്ല, അത് അല്ലാതെ ഓപ്പറേഷൻ ചെയ്ത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോൾ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ധ്യാന കേന്ദ്രത്തിൽ ആ ചെറുപ്പക്കാരൻ വരുമ്പോൾ അവൻ്റെ കാല് എന്നെ കാണിച്ചിട്ട് പറയാണ്, ഫ്രാൻസിസ് ബ്രദറെ, ഇത് എൻ്റെ യേശു തൻ്റെ കരുണയാൽ അനുകമ്പയാൽ എനിക്ക് തിരിച്ചു തന്ന കാലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്ഭുതകരമായി ഈ ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുകമ്പ, ദൈവത്തിൻ്റെ വാത്സല്യം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് അത്ഭുത സൗഖ്യമായി രൂപാന്തരപ്പെട്ടു, അത്ഭുതകരമായ ഒരു വിടുതലായി രൂപാന്തരപ്പെട്ടു. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇതേ സാഹചര്യത്തിൽ നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. കാരണം ഒരു പ്രശ്നം അനുഭവിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നിന്ന് മുഖം തിരിക്കുന്നവനല്ല കർത്താവ്. ഒരു തൻ്റെ ശത്രുവാണെങ്കിൽ പോലും അവനോട് ആ സമയത്ത് അനുകമ്പ കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൽ അതിൻ്റെ 49 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളൊരു സംഭവം കാണുന്നുണ്ട്. യേശുക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പീഡാസഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാത്മാവിൽ ബലം പ്രാപിക്കുന്ന കർത്താവ്. അപ്പസ്തോലന്മാർ കൂർക്കം വലിച്ചുറങ്ങുന്നു. ഈ അപ്പസ്തോലന്മാർക്ക് കർത്താവിൻ്റെ വേദന മനസ്സിലായില്ല. യേശുക്രിസ്തുവിന് മാത്രമാണല്ലോ വരാനിരിക്കുന്ന പീഡാനുഭവത്തെ കുറിച്ച് ചിന്തയുള്ളത്. അവൻ പാറപ്പുറത്തേക്ക് കമന്നു വീണ് മുട്ടുകുത്തി വേദനയോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പുറത്തുറക്കാണ്. എന്ത് വേണട്ടെ എൻ്റെ സഹോദരങ്ങളെ, സമയം സമാഗതമായി. ഇതാ യൂദാസും കൂട്ടരും വാളും വടികളും പത്തലുമായിട്ട് ആ ഗെത്സമൻ തോട്ടത്തിലേക്ക് വന്നു. അവർ യേശുക്രിസ്തുവിന്റെ 4 സുവിശേഷങ്ങളിലും ഈ സംഭവം പറയുന്നുണ്ട്. എന്നാൽ ലൂക്കാ സുവിശേഷത്തിൽ മാത്രമേ സൗഖ്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ, കർത്താവിന്റെ അനുകമ്പയെക്കുറിച്ച്. ഉടനെ യൂദാസ് വന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യം മനസ്സിലാക്കി ഒരാൾ വാളെടുത്ത് വീശി. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് അത് പത്രോസ് എന്ന പേരാണ്. പത്രോസ് ഉറയിലുണ്ടായിരുന്ന വാളെടുത്ത് വീശി. കഴുത്തിന് വെട്ടേണ്ട പത്രോസിന് വെട്ടുമാറിപ്പോയി, ചെവിക്ക് കൊണ്ടു. ചെവി ഛേദിക്കപ്പെട്ടു, അത് നിലത്തേക്ക് വീണു. ഇങ്ങോട്ട് നോക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം കേൾക്കുന്നവർ ശ്രദ്ധിച്ചേ. തന്നെ പിടിക്കാൻ വന്ന ശത്രുവും തന്നെ പിടിക്കാൻ വന്ന പട്ടാളക്കാർ, അതിലൊരു സേവകന്റെ ചെവിയാണ്, മൽക്കോസ് എന്ന് പേരുള്ള ആ സേവകന്റെ ചെവി പത്രോസ് തന്റെ വാളെടുത്ത് ഛേദിച്ചു കളഞ്ഞപ്പോൾ അവനോട് കർത്താവ് കാണിക്കുന്ന ഒരു അനുകമ്പ ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൽ മനോഹരമായിട്ട് ദൈവത്തിന്റെ വചനം വരച്ചു വെച്ചിരിക്കുന്നത്. എന്താ അറിയാമോ? ആ വാൾ ഉറയിലിടുക. യേശു പറഞ്ഞു, വാൾ അതിന്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. എന്നിട്ട് കർത്താവ് അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. ഛേദിക്കപ്പെട്ട ചെവിയിൽ നിന്ന് ചോരയൊലിപ്പിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, തന്നെ പിടിക്കാമെന്നവരുടെ കൂട്ടത്തിൽ, ശത്രുഗണത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാണെങ്കിൽ ഇത് ചെയ്യുമോ? നമ്മളാണെങ്കിൽ ഹൃദയത്തിൽ സന്തോഷിക്കില്ലേ? എന്നെ പിടിക്കാമെന്നതിന്റെ ഫലം അവൻ അനുഭവിക്കട്ടെ എന്ന് നമ്മൾ പറയില്ലേ? എന്നാൽ അവിടെ ഒരു സേവകന്റെ ചെവി ഛേദിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവിന്റെ മനസ്സ് എത്രമാത്രം ആർദ്രമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എത്രമാത്രം അലിവ് കാണിക്കുന്നതാണെന്ന് ചിന്തിച്ചു നോക്കുക. അവന്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തി കൊടുത്ത് അവനോട് അനുകമ്പ കാണിച്ച ഒരു കർത്താവ്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുവിന്റെ മുമ്പിൽ പോലും തൻ്റെ മനസ്സലിവ്, തൻ്റെ അനുകമ്പ പ്രകടമാക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. ഇന്നല്ലെങ്കിൽ നാളെ
നമ്മുടെ ഈ ഭാരത്തെ, നമ്മുടെ ഈ വേദനയെ, നമ്മുടെ ഈ സങ്കടത്തെ ഏറ്റെടുക്കാൻ നമ്മുടെ കർത്താവിന് പറ്റുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ പ്രകാശിതരായി തീരും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നീ എന്നെ പിടിക്കാൻ വന്നതുകൊണ്ടാണ്, നിങ്ങളെ വാളും വടിയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് നിനക്കിത് പറ്റിയത് എന്ന് പറഞ്ഞ് അവനെ തള്ളിക്കളയാതെ സെക്കൻഡ് കൊണ്ട് അവൻ്റെ ചെവി സുഖപ്പെടുത്തി അവനോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട വംശമല്ലേ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും? അങ്ങനെയാണെങ്കിൽ ആ സേവകനോട് കരുണ കാണിച്ച കർത്താവ് നമ്മോട് കാണിക്കാതിരിക്കുവോ? അവനോട് മനസ്സലിവ് കാണിച്ച കർത്താവ് നമ്മോട് കാണിക്കാതിരിക്കുവോ? നമ്മുടെ പ്രശ്നത്തിൻ്റെ മേൽ ദൈവം ഇടപെടാതിരിക്കുവോ? പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും കർത്താവിൻ്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല? ശരിക്കും നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് മനസ്സിലായിട്ടില്ല. ശരിക്കും നമ്മുടെ കർത്താവിൻ്റെ ഹൃദയം നമുക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങളിത് കേൾക്കുമ്പോൾ തിരിച്ചു ചോദിക്കും, ഇതുപോലെ മാരക രോഗവും തകർച്ചയും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ദൈവം തന്നിട്ട് ഇത്രയും വർഷമായിട്ട്, ഇത്രയും നാളായിട്ട് എന്താ ഈ മനസ്സലിയാത്തത്? എന്താ ഈ മനസ്സലിയാത്തത് എന്ന് ചോദിക്കരുത്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? എൻ്റെ ദൈവം ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ എന്നോടും എൻ്റെ കുടുംബത്തോടും അനുകമ്പ കാണിക്കും, ദയ കാണിക്കും, മനസ്സലിവ് കാണിക്കും എന്ന് വിശ്വസിക്കാനുള്ള ഒരു വിശ്വാസ ചൈതന്യമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത്. ഒരു ശുശ്രൂഷകനെ ഞാൻ പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷ ശക്തമായിട്ട് ചെയ്തു. കുടുംബത്തിലേക്ക് ചില പ്രതിസന്ധികൾ കടന്നു വന്നു, ചില പ്രയാസങ്ങൾ കടന്നു വന്നു. അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയത് എനിക്കറിയാം. അത്രയും വർഷം കർത്താവിൻ്റെ കാരുണ്യവും കർത്താവിൻ്റെ സ്നേഹവും അവൻ്റെ മനസ്സലിവും അവൻ്റെ അനുകമ്പയൊക്കെ പ്രസംഗിച്ചിട്ട് ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ തളർന്നു പോകുന്ന വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒന്നാണോ നമ്മുടേത്? എന്നിട്ട് ആ മനുഷ്യൻ എൻ്റെ മുമ്പിലിരുന്ന് പറയാണ്, ബ്രദറെ, എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അപ്പൊ ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷത്തിൽ കൂടെ നടന്ന അപ്പോസ്തലന്മാർ പുറപ്പെട്ടു പോയ കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ പുറപ്പെട്ടു പോയിട്ടും നിങ്ങളുടെ കൂടെ വന്ന് ആത്മഹത്യക്ക് പരിശ്രമിച്ചപ്പോൾ മരിച്ചു പോകാതെ നിങ്ങളെ താങ്ങിയ കർത്താവിൻ്റെ മനസ്സലിവ് എന്തുകൊണ്ടാണ് സഹോദര ചിന്തിക്കാത്തത്? ആ മനുഷ്യൻ എൻ്റെ മുമ്പിലിരുന്ന് വാവിട്ട് കരഞ്ഞു അത് കേട്ടപ്പോൾ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആത്മഹത്യക്ക് ഒരുങ്ങിയ സമയത്ത് ഇദ്ദേഹം അങ്ങോട്ട് മരിച്ചു പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? എന്നാൽ ആ സമയത്ത് അദ്ദേഹം മരിച്ചു പോകാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ അനുകമ്പ ആ വ്യക്തിയോട് ദൈവം കാണിച്ചതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ കാണുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. ആ മനസ്സലിവിലേക്ക് തിരിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് പറ്റണില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വരുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കിയിരിക്കരുത്. നമ്മുടെ പ്രശ്നം ഇതാണ്, കർത്താവിൻ്റെ കരുണയും അനുകമ്പയും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മൾ പ്രശ്നത്തിൻ്റെ വലിപ്പത്തിലേക്കാണ് നോക്കുന്നത്, നമ്മൾ പ്രതിസന്ധികളിലേക്കാണ് നോക്കുന്നത്. അതല്ല സഹോദരങ്ങളെ, അനുകമ്പ കാണിക്കാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കണം. അവിടുന്ന് കണ്ണെടുക്കരുത്. അവിടേക്ക് നോക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ആ മനസ്സലിവ് നമ്മുടെ കുടുംബത്തിന് സൗഖ്യമായി രക്ഷയായി കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ ആ മുഖത്തേക്ക് പ്രത്യാശയോടെ നോക്കി ഇരിക്കേണ്ട ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയുമാണ്. ആ മനസ്സലിവ് സകലർക്കും വേണ്ടി ഉള്ളതാണ്. ആ അനുകമ്പ സകലർക്കും വേണ്ടി ഉള്ളതാണ്. അത് പിൻവലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അത് കർത്താവ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധനയ്ക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ പറ്റും, ആ കാരുണ്യത്തിൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുക്രിസ്തുവിന് മുമ്പിൽ കൊണ്ടുപോയിട്ടിട്ട്, കർത്താവേ, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്ന് യഹൂദ ജനത ചോദിക്കുമ്പോൾ ഒരു പാപിയോട് ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മൾ കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അന്ന് വെറുക്കപ്പെട്ട ഒരു ജീവിത രീതി, ആ സ്ത്രീയെ യേശുവിന് മുമ്പിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് യഹൂദർ പറഞ്ഞു, കർത്താവേ, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു?
നീ എന്തു പറയുന്നു? അവൻ കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. യേശു കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. നോക്ക്, ആ മനുഷ്യന്റെ ക്രൂരത. പാപം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണം, പുരുഷനെ വെറുതെ വിടണം. അതൊരു വിരോധാഭാസമായ നിയമമല്ലേ? പാപം ചെയ്ത സ്ത്രീയെ കല്ലെറിഞ്ഞു. ഒരു സ്ത്രീക്ക് തന്നെ വ്യഭിചാരം ചെയ്യാൻ പറ്റൂ? ഒരു പുരുഷന് അതിന് കൂടെ വേണ്ടേ? എന്നിട്ടും നിയമം അനുശാസിക്കുന്നത് സ്ത്രീയെ കൊല്ലും, പുരുഷനെ വെറുതെ വിടും. എന്നാൽ കർത്താവിന്റെ കരുണ, കർത്താവിന്റെ അനുകമ്പ, കർത്താവിന്റെ സ്നേഹം അവളിലേക്ക് ഒഴുകുന്നത് എങ്ങനെയാണെന്ന് നോക്ക്. യേശു കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ വിട്ടില്ല. അവർ ചോദ്യം ആവർത്തിച്ചു. കാരണം അവനിൽ കുറ്റം ആരോപിക്കാനാണ് അവരിത് ചോദിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇവൻ പാപികളെ സ്നേഹിക്കുന്നു, പാപിയുടെ കൂടെ അന്തി ഉറങ്ങുന്നു, പാപിയുടെ വീട്ടിൽ പോകുന്നു, എല്ലാവരുടെയും കൂടെ വലിയ കാരുണ്യവും അനുകമ്പയും കാണിക്കുന്നവൻ. എൻ്റെ സഹോദരങ്ങളെ, യേശുക്രിസ്തു നിവർന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട ഒരു സ്ത്രീയോട് നമ്മുടെ കർത്താവിന്റെ മനസ്സ് കണ്ടോ സഹോദരങ്ങളെ? ഇന്ന് ഈ വചനം കേൾക്കുന്ന മനുഷ്യ, ഈ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നീ എത്രമാത്രം പാപിയാണോ, നീ എത്രമാത്രം തകർന്ന വ്യക്തിയാണോ, എത്രമാത്രം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണോ, കർത്താവിന്റെ അനുകമ്പ ഇന്ന് നിന്റെ മേൽ രക്ഷയായി ആ പാപത്തിൽ നിന്ന് മോചനമായി കടന്നു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ത്രീയോട് യേശു കാണിച്ച ആ വലിയ മനസ്സലിവ് അവർക്ക് രക്ഷയായി തീർന്നു. അല്ലെങ്കിൽ ആ സ്ത്രീ അവിടെ കല്ലെറിഞ്ഞു കൊല്ലും. യേശു മൗനം പാലിച്ചാൽ പോലും കല്ലെറിഞ്ഞു കൊല്ലും. ആ സ്ത്രീയോട് അനുകമ്പ തോന്നിയ കർത്താവ് ആ കൊണ്ടുവന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ. കല്ലുകൾ താഴെയിട്ട്, ബൈബിൾ വചനം എങ്ങനെയാണ്? കല്ലുകൾ താഴെയിട്ട് മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. അപ്പൊ കുട്ടികളും ഉണ്ടായിരുന്നിരിക്കാം. മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. അവസാനം യേശുവും ആ സ്ത്രീയും. ഇവിടെ ശ്രദ്ധിക്ക്, ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾ ഈ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്ക്. എവിടെയാണെങ്കിലും ഈ ശബ്ദം ഒന്ന് കേൾക്ക്. അവിടെ അവരുപേക്ഷിച്ച ആ കല്ലുകളിൽ ഒന്നെടുത്ത് ആ സ്ത്രീയെ എറിയാൻ യോഗ്യതയുള്ള വ്യക്തി അവളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. എന്നാൽ അവന്റെ മനസ്സ് എറിയാനുള്ള ഒരു തത്രപ്പാടിലല്ല, മറിച്ച് അവളോട് കരുണ കാണിക്കാൻ, അനുകമ്പ കാണിക്കാൻ, മനസ്സലിവ് കാണിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ്. അവൻ ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ വേവലാതിയോടെ പറഞ്ഞു, ഇല്ല കർത്താവേ, ഇല്ല കർത്താവേ. യേശു അവളുടെ മുഖത്തേക്ക് വാത്സല്യത്തോടെ നോക്കിയിട്ട് ആ കണ്ണുകളിലെ പ്രകാശം, ആ സ്നേഹം, ആ അനുകമ്പ, ആ മനസ്സലിവ്, പാപിയോട് കാണിച്ച മനസ്സലിവ് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. മേലിൽ പാപം ചെയ്യരുത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആ മനസ്സലിവ് പ്രാപിച്ച, അവൻ്റെ അനുകമ്പ അനുഭവിച്ച ആ സ്ത്രീയുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്നീട് അവളുടെ ജീവിതം ഒന്ന് ഓർത്തു നോക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ മനസ്സലിവിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ പാപത്തിൽ പൂണ്ട ഒരു ജീവിതമായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ കർത്താവിനെ ഉപേക്ഷിച്ച്, കർത്താവിനോട് മറുതലിച്ച് നമ്മുടെ സ്വന്തം വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കാം. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ വചന ശുശ്രൂഷയിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ എവിടെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ദൈവമകനെ, ദൈവമകളെ, ഒരു കാര്യം ഓർക്ക്. നിന്റെ പാപത്തോടും നിന്റെ പലവിധത്തിലുള്ള വഴിതെറ്റിയ ജീവിതങ്ങളോടും കർത്താവ് കാണിച്ച ഒരു കരുണയല്ലേ, അനുകമ്പയല്ലേ, മനസ്സലിവല്ലേ ഇന്ന് ദൈവത്തിൻ്റെ മകൾ എന്ന പേരിൽ വിളിക്കപ്പെടാനും ഈ ശുശ്രൂഷ പങ്കെടുക്കാനും കാരണം? അഥവാ നീ ഇത് ഉപേക്ഷിക്കാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഈ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കൂ. ഇന്ന് ആ പാപിനിയായ സ്ത്രീയോട് കർത്താവ് കരുണ കാണിച്ചതുപോലെ തന്നെ നിന്റെ ജീവിതത്തോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വചനം കേൾക്കുന്ന സകലരും പറയട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഈ മനസ്സലിവും കർത്താവ് നമുക്ക് നൽകുന്ന ഈ രക്ഷയും അനുകമ്പയും അനുഭവിക്കാൻ വേണ്ടി ഇന്ന് രാത്രി ദൈവം നമ്മളെ വിളിക്കുകയാണ്. ദൈവം നമ്മളെ തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കേൾക്കുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ
ആശ്വസിപ്പിക്കാം. അതായത് കർത്താവിൻ്റെ മനസ്സലിവിലേക്ക്, കർത്താവിൻ്റെ അനുകമ്പയിലേക്ക് നമ്മൾ ചുവടുവെക്കണം. നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം, നിരാശയിലേക്കല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് എങ്ങോട്ടാണ് യാത്ര ചെയ്തത്? എങ്ങോട്ടാണ് യാത്ര ചെയ്തത്? നോക്കൂ, 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ഈ മനസ്സലിവിലേക്ക് നോക്കി, അവൻ്റെ അനുകമ്പയിലേക്ക് നോക്കി. അതുകൊണ്ട് അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. ആ കണ്ണുനീരിന്റെ ഫലമാണ് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസിനെ ഉയർത്തി നിർത്തിയത്. എന്നാൽ യൂദാസോ, അവൻ ക്രൂരനാണ്, അവൻ പ്രതികാരം ചെയ്യുന്നവനാണ്, അവൻ ക്ഷമിക്കില്ല എന്ന് വിചാരിച്ച് സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞ് നിരാശപ്പെട്ട് കെട്ടിഞ്ഞാണ് ചാകുന്ന, ആത്മഹത്യ ചെയ്യുന്ന ഒരു തലത്തേക്ക് മാറിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര വലിയ ഭാരമേറിയ, മാറ്റമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു പ്രതിസന്ധിയിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: നിങ്ങൾ യൂദാസിനെ പോലെ ദൈവത്തിൻ്റെ കരുണയെയും ദൈവത്തിൻ്റെ അനുകമ്പയെയും ദൈവത്തിൻ്റെ വാത്സല്യത്തെയും കുറച്ച് കാണരുത്. അത് വലുതായി കാണുക. എന്നിട്ട് അവിടേക്ക് ഓടിച്ചെല്ലുക. ഇതാ പത്രോസ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, യേശു പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി, 4 കണ്ണുകൾ തമ്മിൽ കൂട്ടി ഉടക്കി. അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു. എന്താ പ്രിയപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിൻ്റെ മുഖത്ത് കണ്ടത്? എന്താണ് തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിൻ്റെ മുഖത്ത് കണ്ടത്? വാത്സല്യമുള്ള ഒരു ഹൃദയം, അനുകമ്പയുള്ള ഒരു ഹൃദയം, നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്ന ഒരു ഹൃദയം, കരുണ കാണിക്കുന്ന ഒരു ഹൃദയം. അതാണ് യേശുക്രിസ്തുവിന്റെ മുഖത്ത് പത്രോസ് കണ്ടത്. അതുകൊണ്ട് അവൻ വാത്സല്യത്തോടെ യേശുവിന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവിടുന്ന് ആവോളം ആ അനുകമ്പ, ആ വാത്സല്യം, ആ മനസ്സലിവ് പത്രോസ് സ്വീകരിച്ചു. അതിന്റെ ഫല സഹോദരങ്ങളെ, സഭയെ നയിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാക്കി കർത്താവ് അവനെ ഉയർത്തി നിർത്തിയത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഇത് വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു 3 ഹല്ലേലൂയ ഉച്ചത്തിൽ പറഞ്ഞേ. സത്യം പറയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് കർത്താവിൻ്റെ ഈ അനുകമ്പയും കരുണയും കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. നിരാശപ്പെടരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് നൽകിയ ബോധ്യം എന്താണ്? കർത്താവിൻ്റെ വചനം നമ്മോട് ഇന്ന് സംസാരിച്ചത് എന്താണ്? അവിടുത്തെ അനുകമ്പ, അവിടുത്തെ മനസ്സലിവ്, ഇത് രണ്ടും നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകട്ടെ. നമ്മളൊരു വചനോടെ ചിന്തിക്കുകയാണ് പെട്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന് 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ യേശു സ്നേഹിച്ചിരുന്ന ആ ലാസറിൻ്റെ വീട്ടിലേക്ക് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവിടെ യേശു നിന്നിരുന്ന സ്ഥലത്തേക്ക് മറിയം വന്നു. അവൾ അവൻ്റെ കാൽപാദത്തിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഉടനെ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം എന്താണെന്നറിയാമോ? അവൻ ആത്മാവിൽ അസ്വസ്ഥനായി എന്ന് വെച്ചാൽ ഭാരമുള്ള ഒരു സ്ത്രീ, തൻ്റെ ആങ്ങളെ നഷ്ടപ്പെട്ട വേദനയുള്ള ഒരു സ്ത്രീ അവൻ്റെ കാൽക്കൽ വന്ന് കമന്നു വീണ് കരഞ്ഞപ്പോൾ, അവളെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മനസ്സലിഞ്ഞു. അവളും കൂടെയുള്ള യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവമേ എന്തുമാത്രം മനസ്സലിവാണ് നീ മനുഷ്യവർഗത്തോട് കാണിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്ത്രീയും 2 പെങ്ങന്മാരാണ് ലാസറുണ്ടായിരുന്നു, മാർത്തയും മറിയവും. അവരും കൂടെയുള്ള യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ അവൻ ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് അവരോട് ചോദിച്ചു, എവിടെയാണ് അവനെ അടക്കിയിരിക്കുന്നത്? തുടർന്ന് വചനം എഴുതിയിരിക്കുന്നത് അറിയാമോ? അവൻ കണ്ണുനീർ പൊഴിച്ചു. യേശു കണ്ണുനീർ പൊഴിച്ചു. ഇവിടെ ശ്രദ്ധിക്ക്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം അവന്റെ മനസ്സൊന്ന് കാണ്, അവന്റെ മനസ്സൊന്ന് അറിയേ, അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്ക്. ലാസറിന്റെ സഹോദരിമാരും ആ യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ നമ്മുടെ കർത്താവിന്റെ കണ്ണിൽ നിന്ന് ആ ജനമധ്യത്തിലേക്ക് കൊഴിഞ്ഞു വീണു കണ്ണുനീർ തുള്ളികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങളിൽ പെട്ടെന്ന് കർത്താവ് ഇടപെട്ടില്ല എന്ന് കരുതി അവൻ നമ്മുടെ കൂടെ കരയാതിരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ വേദനയിൽ പങ്കുചേരാതിരിക്കുന്ന ഒരു ദൈവമല്ല, നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞൊരു ദൈവമല്ല, നമ്മളെ മറന്നു കളഞ്ഞൊരു ദൈവമല്ല. അത് നിങ്ങൾ ഓർക്കണം.
അത് നിങ്ങൾ ഓർക്കണം, നമ്മൾ വിട്ടുപോകരുത്. പ്രിയപ്പെട്ടവരെ, തൻ്റെ കാൽപാദത്തിൽ വീണ് കിടന്ന് ആ മറിയം നെടുവീർപ്പിട്ട് കരഞ്ഞപ്പോൾ അത് കണ്ട് അവൻ്റെ മനസ്സിൽ അസ്വസ്ഥനായി, ഹൃദയത്തിൽ അസ്വസ്ഥനായി, കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് താഴേക്ക് വീണു. യഹൂദർ പറഞ്ഞു, നോക്കൂ അവൻ എത്രമാത്രം ലാസറിനെ സ്നേഹിച്ചിരുന്നു, നോക്കൂ യേശുക്രിസ്തു എത്രമാത്രം നിന്നെ കരുതിയിരുന്നു, എത്രമാത്രം നിന്നോട് അനുകമ്പ കാണിച്ചിരുന്നു, എത്രമാത്രം നിന്നോട് മനസ്സലിവ് കാണിച്ചിരുന്നു. നിന്റെ പ്രശ്നത്തിൽ ഇടപെടാൻ ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസം യേശു അറിഞ്ഞു. ലാസർ രോഗിയായപ്പോൾ പ്രിയപ്പെട്ട മനുഷ്യ, ഒരു കാര്യം ഓർക്കുക, നിന്റെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടേണ്ട ഒരു സമയമുണ്ട്. ലാസർ രോഗിയാണെന്ന് യേശുവിനെ അവർ അറിയിച്ചു. യേശു അപ്പോൾ വന്നിരുന്നെങ്കിൽ ആ രോഗാവസ്ഥയിൽ ലാസറിനെ സുഖപ്പെടുത്താൻ പറ്റുമായിരുന്നില്ലേ? ഇല്ലേ. അവൻ മരിച്ച് സംസ്കരിച്ചിട്ട് 4 ദിവസം, യഹൂദര പാരമ്പര്യം അനുസരിച്ച് ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ വേർപിരിയുന്നത് 4 ദിവസം കഴിഞ്ഞാണ് മരിച്ച്. അതുകൊണ്ട് സംസ്കരിക്കുന്നത് മരണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ്. എൻ്റെ സഹോദരങ്ങളെ, സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി. അപ്പോഴേക്ക് ശരീരോ യേശുക്രിസ്തുവിന് വേണമായിരുന്നെങ്കിൽ ആ രോഗാവസ്ഥയിൽ വന്ന് അവനെ സുഖപ്പെടുത്താൻ പറ്റുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അവിടെ തന്നെ താമസിച്ചു. എന്നിട്ട് സംസ്കാരം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു ഇങ്ങനെ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെതായ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെതായ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെതായ ഒരു നിശ്ചയമുണ്ട്. നമ്മൾ അതിനടക്കി കയറി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയരുത്. ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട സഹോദര, ഈ നൈറ്റ് വിജിൽ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ ഒരു കാര്യം ഓർക്കുക, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ അനുകമ്പ, കർത്താവിൻ്റെ ദയ, കർത്താവിൻ്റെ സ്നേഹം നിന്റെ മേൽ എന്നാണോ ദൈവം പ്രാവർത്തികമാക്കുന്നത് അന്ന് വരെ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. യേശുക്രിസ്തുവിനെ അവർ ആ കുഴിമാടത്തെങ്കിലേക്ക് നയിച്ചു. അതൊരു ഗുഹയായിരുന്നു, ഒരു കല്ലുരുട്ടി വെച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു കല്ല് മാറ്റുക. നോക്ക്, ആ കുഴിമാടത്തെങ്കിൽ നിന്ന് വീണ്ടും ആത്മാവിൽ അസ്വസ്ഥനായി നെടുവേർപ്പിട്ടുകൊണ്ട് ആ മരിച്ചു കിടക്കുന്ന അഴുകിയ ശരീരത്തിലേക്ക് നോക്കി യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. കർത്താവിൻ്റെ കരുണ, അവൻ്റെ അനുകമ്പ, അവൻ്റെ സ്നേഹം ആ ശരീരത്തിൽ പുതുജീവൻ പ്രദാനം ചെയ്തു. മരിച്ച ലാസർ ഇതാ പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് കാരണമായ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ട സാഹചര്യത്തിലേക്ക്, രോഗത്തിൻ്റെ, പാപത്തിൻ്റെ, തകർച്ചയുടെ, കടബാധ്യതയുടെ, പ്രതിസന്ധിയുടെ ഏത് കല്ലറയാണോ ആ കല്ലറയിലേക്ക് കർത്താവിൻ്റെ ശബ്ദം കടന്നു വരുന്ന രാത്രിയാണ്. പുറത്തു വരിക, നിന്റെ പ്രശ്നത്തിൽ നീ പുറത്തു വരിക, നിന്റെ പ്രയാസത്തിൽ പുറത്തു വരിക, നിന്റെ രോഗത്തിൽ നിന്ന് പുറത്തു വരിക, നിന്റെ തകർച്ചയിൽ നിന്ന് പുറത്തു വരിക. എന്താണോ ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്നെ വേദനിപ്പിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു സ്വരം, അനുകമ്പയുടെ സ്വരം, വാത്സല്യത്തിന്റെ സ്വരം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ ദൈവം എത്തിക്കും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയട്ടെ, ഓരെല്ലാം ഉച്ചത്തിൽ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവനുള്ളവനായി ലാസറിനെ അവരുടെ കയ്യിലേക്ക് കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സലിവ്. നിന്റെ പ്രശ്നത്തിൽ, പ്രയാസത്തിൽ ഈ മനസ്സലിവ് ഇന്ന് പ്രകടമാകാൻ, നാളെ പ്രകടമാകാൻ ആഗ്രഹിക്കുക. കണ്ണടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, കേട്ട വചനം ഈ 5 മിനിറ്റ് പ്രാർത്ഥന കൊണ്ട് പൂർത്തിയാകാൻ പോവുകയാണ്. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ കണ്ണുനീര്, നമ്മുടെ ദുഃഖം, നമ്മുടെ വേദന, നമ്മുടെ പ്രയാസം, തകർച്ചകൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ പോലും നമ്മൾ ഉപേക്ഷിച്ചു പോയതിൻ്റെ ഭാരം എല്ലാം പേര് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. നോക്കൂ, ലാസറിൻ്റെ കുഴിമാടത്തിലേക്ക് കർത്താവ് വന്നത് കണ്ണുനീരോടെയാണ്. നിന്റെ അരികിലേക്ക് യേശു വരുന്നത് എങ്ങനെയാണെന്ന് അറിയോ? കണ്ണുനീരോടെയാണ് വരുന്നത്. കാരണം നിന്റെ മനസ്സിൻ്റെ ഭാരം നമ്മുടെ കർത്താവിന് അറിയാം, നിന്റെ മനസ്സിൻ്റെ വേദന നമ്മുടെ കർത്താവിന് അറിയാം. നീ മരവിച്ച ജീവിതവുമായി മുന്നോട്ട് പോകുന്നത് കർത്താവ് കണ്ടിട്ടുണ്ട്. അവിടുന്ന് ആ സമയത്തെത്തുകയാണ്. അവർ കരയുന്നത് കണ്ടപ്പോൾ അവൻ്റെ മനസ്സലിഞ്ഞു. ആത്മാവിൽ നെടുവീർപ്പിട്ടുകൊണ്ട് കർത്താവ് ചോദിച്ചു, എവിടെയാണ് അവിടെ അടക്കിയിരിക്കുന്നത്? അവർ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നിന്റെ പ്രശ്നം നീ കർത്താവിനോട് പറ, നിന്റെ വേദനയുടെ സ്ഥലം നീ കർത്താവിനോട് പറ, നിന്റെ തകർച്ചയുടെ സ്ഥലം കർത്താവിനൊന്ന് കാണിച്ചു കൊടുക്ക്, നിന്റെ തകർന്ന ജീവിതത്തിന്റെ അവസ്ഥ കർത്താവിനൊന്ന് വെളിപ്പെടുത്തി കൊടുക്ക്. ഇതാണ്, അത് യേശുവിനെ അറിയാഞ്ഞിട്ടല്ല. നിന്റെ ഒരു പ്രവൃത്തി അവിടെ ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവമേ, ഞാൻ ഇന്ന് ഈ തകർന്ന അവസ്ഥയിൽ നിസ്സഹായനായിരിക്കുകയാണ്.
നിന്റെ അനുകമ്പ സൗഖ്യമായി എന്നിലേക്ക് ഇന്ന് കടന്നു വരട്ടെ. നിന്റെ മനസ്സലിവ് രക്ഷയായി എന്നിലേക്ക് ഇന്ന് കടന്നു വരട്ടെ. ആർക്കും രക്ഷിക്കാനാവാത്ത വിധം, ആർക്കും കൈപിടിച്ചുയർത്താനാവാത്ത വിധം വലിയൊരു കിണറ്റിൽ വീണ് കിടക്കുകയാണ് കർത്താവേ. ഞാൻ അവിടുന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് പാപങ്ങൾ, ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരുപാട് പാപ സാഹചര്യങ്ങൾ ഇന്നെൻ്റെ ജീവിതത്തിലുണ്ട്. കർത്താവേ, നീ ആ പാപിനിയായ സ്ത്രീയുടെ മനസ്സലിവ് കാണിച്ചു. നീ ആ കുഷ്ഠരോഗിയുടെ മനസ്സലിവ് കാണിച്ചു. ആ നഷ്ടപ്പെട്ട മകനെ നഷ്ടപ്പെട്ട വിധവയോട് നീ മനസ്സലിവ് കാണിച്ചില്ല കർത്താവേ. ചെവി ഛേദിച്ച തൻ്റെ ശത്രുവിനോട് നീ മനസ്സലിവ് കാണിച്ചില്ല കർത്താവേ. അവൻ്റെ രക്തമൊലിക്കുന്ന ആ ചെവി തൊട്ട് സുഖപ്പെടുത്തി അവനെ ആശ്വസിപ്പിക്കാനുള്ള മനസ്സലിവ് നിനക്കുണ്ടായിരുന്നില്ല കർത്താവേ. അങ്ങനെയെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ അങ്ങേക്ക് പറ്റുമല്ലോ, അങ്ങേക്ക് പറ്റുമല്ലോ. കർത്താവേ, വരണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, വരണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 34:18 ഓർക്കുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതാണ് തിബേരിയസ് കടൽ തീരത്ത് നമ്മൾ കണ്ടത്. ഹൃദയം നുറുങ്ങി തകർന്ന മനസ്സുമായി കടൽക്കരയിൽ വിഷമിച്ച് വഞ്ചിയിൽ ഇരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ടപ്പോൾ മനസ്സലിവ് കാണിച്ച ദൈവം അവർക്ക് വേണ്ടി പ്രഭാത ഭക്ഷണം ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പലതും ഒരുക്കി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് അനുകമ്പയുള്ള കർത്താവ്. അവൻ്റെ പേരാണ് മനസ്സിലുള്ള ദൈവം. അതാണ് നിന്നെ രക്ഷിക്കുന്ന ദൈവം. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എവിടെ ആയിരുന്നാലും കരയാൻ മറക്കരുത് പ്രിയപ്പെട്ടവരെ. എവിടെ ആയിരുന്നാലും കണ്ണീരൊഴുക്കാൻ മറക്കരുത്. നമ്മൾ ഇന്ന് ബൈബിളിൽ നിന്ന് കേട്ട സംഭവങ്ങളും അല്ലാതെ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒരു കണ്ണീരിൻ്റെ കഥനകഥയുടെ സംഭവങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നിന്നെ കാണുമ്പോൾ കർത്താവിന് മനസ്സലിവ് തോന്നാൻ പാകത്തിലാണോ നീ ദൈവസന്നിധി നിൽക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. നിന്നെ കണ്ടാൽ കർത്താവിന് മനസ്സലിവ് തോന്നുമോ? നിന്നെ കണ്ടാൽ കർത്താവിന് അനുകമ്പ തോന്നുമോ? ലാസറിന്റെ സഹോദരിമാരോട് അനുകമ്പ തോന്നാൻ കാരണം എന്താണ്? അവരുടെ മനസ്സിന്റെ തകർച്ച, നിരാശയല്ല, തകർച്ച, വേദന. എങ്കിലും അവിടെ കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലെന്ന് പറയുന്ന ഒരു പ്രത്യാശയുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രത്യാശ, നിനക്കൊന്നും അസാധ്യമല്ലെന്ന് പറയുന്ന ഒരു പ്രത്യാശ. ആ തകർച്ചയിലേക്ക് ഈശോ കടന്നു വരികയാണ്. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഈ വചന ശുശ്രൂഷയെ പങ്കെടുത്ത നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കാൻ ആഗ്രഹിക്കുക. ഇതാ ദൈവം നിന്റെ മുമ്പിലുണ്ട്. ആ തിബേരിയസ് കടൽക്കരയിൽ അപ്പവും മീനും ഒരുക്കി വെച്ച് കാത്തിരുന്ന കർത്താവ് നിന്റെ മുമ്പിലുണ്ട്. നിനക്ക് ആവശ്യമുള്ളത് നൽകാൻ മനസ്സലിവുള്ള ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ട്. കരങ്ങൾ ഉയർത്തി, കുടുംബത്തിലാണെങ്കിൽ, കോൺവെന്റിലാണെങ്കിൽ, പള്ളിയിലാണെങ്കിൽ, എവിടെയാണെങ്കിലും അടുത്തിരിക്കുന്ന ഒരു 10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെറിയവരും വലിയവരും പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മനസ്സലിവ് നിന്റെ മേലെ ഇന്ന് രാത്രി വരട്ടെ. ദൈവത്തിന്റെ കാരുണ്യം നിന്റെ മേലെ ഒഴുകട്ടെ. നമ്മുടെ കർത്താവിന്റെ അനുകമ്പ രക്ഷയായി തീരട്ടെ. നമ്മുടെ കർത്താവിന്റെ അനുകമ്പ രക്ഷയായി മാറട്ടെ. നമ്മുടെ കർത്താവിന്റെ മനസ്സലിവ് സൗഖ്യമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന. പോരാ, ആദരം തുറന്ന് പ്രാർത്ഥിക്കുക. ആദരം തുറന്ന് പ്രാർത്ഥിക്കുക. വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഈ ലൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുക. കർത്താവേ, ആരാധന, 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 ആരാധന. ഈശ്വര ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക, കണ്ണുകൾ അടയ്ക്കുക, മനസ്സിൽ പ്രാർത്ഥിക്കുക, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കരുണ, അങ്ങയുടെ കരുണ, അങ്ങയുടെ അനുകമ്പ, അങ്ങയുടെ മനസ്സലിവ് എനിക്ക് സൗഖ്യവും വിടുതലും ലക്ഷ്യമായി തീരട്ടെ. തീരട്ടെ കർത്താവേ, തീരട്ടെ കർത്താവേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഈ രാത്രി ഉറക്കൊഴിച്ചിരുന്ന് ഈ വചനത്തിൽ പങ്കെടുത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിരാശപ്പെടരുത് സഹോദര, സഹോദരി, നിരാശപ്പെടരുത്. നിന്റെ ദൈവം നിന്റെ അരികിലുണ്ട്. നിന്റെ ദൈവം നിന്നോട് പറയും, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. തൊടാൻ പാടില്ലാത്ത മനുഷ്യനെ പോയി തൊട്ടിട്ടാണ് ഈശോ പറഞ്ഞത്, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ആ രക്ഷ ഇന്ന് കുടുംബത്തിലേക്ക് വരട്ടെ. നിശബ്ദതയിൽ കണ്ണുകളടച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു.